Hi guys, welcome to my YouTube channel. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഭരണിക്ക് മുൻപുള്ള ദിവസങ്ങളിലുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയായിരുന്നു കേട്ടോ. അപ്പോൾ 27 മുതൽ തന്നെ അമ്പലത്തിൽ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ താലിവരവ് എന്നാണ് കേട്ടോ ഇതിനെ പറയുന്നത്. നമ്മുടെ ദേശത്ത് നിന്ന് താലിവരവാണ്. അപ്പോൾ ഡാൻസും ബാൻഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ വീടിൻ്റെ മുന്നിൽ തന്നെയാണ് പോകാറ്. നമുക്ക് വീടിൻ്റെ മുന്നിലും തന്നെ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇത്ര ഗ്രാൻഡായിട്ട് ആദ്യമായിട്ട് തോന്നുന്നു കേട്ടോ അങ്ങനെ പോകുന്നത്. വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഈ സാധനം പൊട്ടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ പോയി ഞാൻ കുറച്ച് നേരം നിന്നും പിള്ളേരെയും കൊണ്ട് പിള്ളേരോട് ഞാൻ വരാൻ പറയാനായിട്ട് അവിടെ നിന്ന്. അപ്പോൾ ഞാനും ധ്രുക്കുട്ടിന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനും ധ്രുക്കുട്ടി ഫുഡ് കൊടുക്കുന്ന നേരത്താണ് പെട്ടെന്ന് വന്നത് കേട്ടോ ഇവർ. അപ്പോൾ അത് കാരണം നമ്മൾ വേഗം ഓടി ഇറങ്ങി കാണാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ഇട്ട ഡ്രസ്സിലാണ് കേട്ടോ വന്ന് നിൽക്കണേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ നേരെ പിന്നെ വെല്ലിച്ചൻ്റെ വീടിൻ്റെ മുന്നിൽ പോയി അവിടെ നിന്നിട്ട് കുറച്ച് നേരം കാണാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്താ ധ്രുക്കുട്ടിയുടെ വെല്ലിച്ചൻ ഗൾഫിൽ നിന്ന് വന്നിട്ടായിരുന്നു. ധ്രുക്കുട്ടി വെല്ലിച്ചൻ്റെ കയ്യിൽ ഇരുന്നിട്ട് കാണാമെന്ന് കേട്ടോ അവിടെ വരുന്നത്. അപ്പോൾ അവരെല്ലാവരും യൂണിഫോമിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് വേണമെന്നുള്ളത് കേട്ടോ. പക്ഷേ നമുക്ക് ഇത്രയും ദൂരം ഉണ്ണിനെ കൊണ്ട് നടക്കാൻ എനിക്കത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം ഞാൻ ഒഴിവായതാണ് കേട്ടോ. അപ്പോൾ അത് ധ്രുക്കുട്ടിക്ക് കാവടിയിൽ നിന്ന് വീണിട്ടുള്ള എന്തോ ഒരു സാധനം ആരോ കൊണ്ട് കൊടുത്തിട്ട് അപ്പോൾ അതുമുള്ള കളിയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഡാൻസ് പെർഫോമൻസ് ഉണ്ട്, കൈക്കുട്ടിക്കളി സംതിങ് ഉണ്ട്. അപ്പോൾ അതും കൂടി കാണാമെന്ന് വെച്ചിട്ട് അവരൊരു 15 മിനിറ്റ് അവിടെ ഹോൾട്ട് ചെയ്തു. അപ്പോൾ അത് കാണാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡാൻസൊക്കെ ഇങ്ങനെ ഒരു പോകുമ്പോൾ കാണുന്നത് കേട്ടോ. ആ സമയത്തൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡാൻസൊക്കെ കുറേ നേരം ഉണ്ടായിരുന്നു. അവരെ സമ്മതിയുടെ നല്ല ചൂടായിരുന്നു കേട്ടോ ആ സമയത്ത്. അപ്പോൾ വണ്ടികളൊക്കെ നല്ല രീതിയിൽ അവരെല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. വണ്ടികൾ പോകാനൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല. അങ്ങനെ പെർഫോമൻസ് കണ്ട് കുറേ നേരം നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊരു കൂടി ചളി പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ പറഞ്ഞു വിട്ട ഡ്രസ്സിട്ട് അങ്ങോട്ട് ഓടി ഇറങ്ങി വന്നതാണ് പരിപാടി കഴിയുന്നതിന് മുന്നേ. അങ്ങനെ അവിടെ നിന്ന് കാവടി പോയപ്പോൾ പിന്നെ ധ്രുക്കുട്ടിയുടെ വക ഇവിടെ കാവടി തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ ഭരണിയിട്ട് ഡ്രസ്സൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ട് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ ധ്രുക്കുട്ടി ഓർഡർ ഇട്ടിരിക്കുന്ന പുതിയ ഡ്രസ്സാണ് കേട്ടോ. അവൾ വെല്ലിച്ചൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെല്ലിച്ചൻ്റെ വക കൊടുത്തിട്ടുള്ള ഡ്രസ്സാണ്. ബോയ്സിൻ്റെ ഡ്രസ്സാണ് ചേട്ടനാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൊള്ളായിരുന്നു. ആദ്യമായിട്ടാണ് ധ്രുക്കുട്ടി ഇങ്ങനെ ഒരു വെറൈറ്റി ഡ്രസ്സ് ഇടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അപ്പോൾ അത് ഞങ്ങൾ ഒരു ഈവനിങ് ഒക്കെയാണ് കേട്ടോ. ഒരു 6 മണിക്ക് ആയിട്ടുണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. ഞങ്ങൾ ഇരിങ്ങാലക്കുടയ്ക്കാണ് പോകുന്നത്. ഇപ്പോൾ ഇരിങ്ങാലക്കുടയിൽ എങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ചപ്പോൾ ചേട്ടനാണ് പറഞ്ഞത് ഫെസിയോയിൽ പോകണമെന്ന് ചോദിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഫെസിയോയിൽ പോകണത്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവിടെ എത്തി നമ്മൾ. അപ്പോൾ അത് അവിടെ എത്തി കണ്ണോടിച്ചപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഡ്രസ്സുകൾ കണ്ടു കേട്ടോ. എനിക്കാണെങ്കിൽ ഡ്രസ്സുകൾ സെലക്ട് ചെയ്യാൻ കുറേ സമയം എടുക്കും. ഞാൻ കുറേ സമയം എടുത്തിട്ട് ഡ്രസ്സ് സെലക്ട് ചെയ്യാം കേട്ടോ. പിന്നെ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. അപ്പോൾ ആദ്യം കഴിച്ചിട്ട് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ കയറിയപ്പോൾ. അപ്പോൾ ഞാൻ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ വേഗം ഓരോ ഡ്രസ്സുകൾ എടുത്തിട്ട് ചുമ്മാ വേറെല്ലാം വെച്ച് നോക്കിയിട്ട് ഒന്ന് ഇഷ്ടമുള്ളത് എടുത്ത് നോക്കാണ്ട് ഒരു 3-4 എടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. അതിന് ശേഷം സെലക്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് പക്ഷേ ഇതെനിക്ക് കളർ ഇഷ്ടമായി. പക്ഷേ അത് എൻ്റെ സൈസിനുള്ളത് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചേട്ടനും പിന്നെ ഒരാൾ ആദ്യം മേലെ സ്വർണ്ണം കൂടിയിട്ട് അവർ വേറെ എന്തോ ഷോപ്പിങ്ങിന് പോയി. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒപ്പം ആദ്യമാണ് കേട്ടോ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അവൻ വ്ലോഗ് എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഒപ്പം കൂടിയതാണ്. അപ്പോൾ എന്നെ ഡ്രസ്സ് സെലക്ട് ചെയ്യാനൊക്കെ അവൻ സഹായിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ട്രൈ ചെയ്യാൻ കയറി ഒരു 3 ഡ്രസ്സാണ് ഞാൻ ട്രൈ ചെയ്തത് കേട്ടോ.
അപ്പോൾ ഇതാണ് ആദ്യം ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇതിൽ പ്രിൻറ്റ് കണ്ടെടുത്താണ് കേട്ടോ. പക്ഷേ ഇട്ട് നോക്കിയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കത് അത്ര അങ്ങോട്ട് ഇട്ടപ്പോൾ അത്ര എൻ്റെ മുഖത്തൊരു ഭംഗിയൊന്നും തോന്നിയില്ല. പിന്നെ രണ്ടാമത് ഞാൻ ഈ ഒരു മോഡൽ എടുത്ത് നോക്കി. എനിക്കിതിൻ്റെ ഇങ്ങനൊരു മഞ്ഞ കളർ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ മഞ്ഞ എടുത്തത്. ഡ്രസ്സ് സിമ്പിളായിരുന്നു, എനിക്കിഷ്ടമായി. പിന്നെ മൂന്നാമത് ഇത് എടുത്തുട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. എൻ്റെ ഒരു ഇൻട്രസ്റ്റിലൊക്കെ എനിക്കിഷ്ടമുള്ള ടൈപ്പ് ഡ്രസ്സാണ്. അപ്പോൾ ഇതെന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു. ധ്രുക്കുട്ടിക്ക് ഈ ഒരു ചെരുപ്പും പിന്നെ ഒരു ഷൂവും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ മഞ്ഞ ഡ്രസ്സും ലാസ്റ്റ് ട്രൈ ചെയ്ത ഡ്രസ്സും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടും വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇതാ ചേട്ടൻ ബില്ലടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പിള്ളേർ ഇവിടെ ഭയങ്കര കളിയാണ് കേട്ടോ. ധ്രുക്കുട്ടിയാണെങ്കിൽ ചെരുപ്പ് ഇട്ടേ പിന്നെ സാധനം ഊരിയിട്ടില്ല. അപ്പോൾ അവരൊക്കെ പ്രൈസ് ടാഗൊക്കെ വരുന്ന നേരത്തെ കണ്ടല്ലോ, അവർ കട്ട് ചെയ്ത് കൊണ്ടുപോവുക ചെയ്തത്. അപ്പോൾ ഇവിടെ ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇത്ര കുറഞ്ഞ സമയത്തുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്ത് ഇറങ്ങുന്നത്. പിന്നെ ഓൾറെഡി നമ്മൾ വൈകിയ കാരണം ഞാൻ പെട്ടെന്ന് ചടപട സെലക്ട് ചെയ്തതാണ്. അപ്പോൾ ധ്രുക്കുട്ടിയാണെങ്കിൽ 4 പേര് കൂടുന്നിടത്ത് ഭയങ്കര ഓവർ ആക്ടിങ്ങും കാര്യങ്ങളും ഷോയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവളുടെ ഷോ കണ്ടിട്ട് ഒരു കുട്ടി അവിടെ നിന്നിട്ട് അന്തം വിട്ട് നിൽക്കുമായിരുന്നേ. അങ്ങനെ അവിടെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ എന്തായാലും പിള്ളേരൊക്കെ ആയിട്ട് പുറത്ത് വന്ന കാരണം നമ്മൾ ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു പോയിട്ട്. അപ്പോൾ പിന്നെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ബാസ്കിൻ റോബിൻക്കാണ് കേട്ടോ ഐസ്ക്രീം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ ആയിട്ട് വിചാരിക്കുന്ന അവിടേക്കൊന്ന് കയറണം എന്നിട്ട് എന്തായാലും പിള്ളേർ വന്ന സ്ഥിതിക്ക് അവരും കൂടി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഐസ്ക്രീം എന്ന് പറയുന്നത് അത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ല. കിട്ടിയ കഴിക്കും, പക്ഷേ അതിനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോവാണ്. അപ്പോൾ എനിക്ക് ഐസ്ക്രീം വേണ്ട, പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുത്ത ചേട്ടൻ്റെത് ഞാൻ കഴിക്കാം എന്നുള്ള ഒരു ഡീലിലാണ് അവന് പോകുന്നത്. അപ്പോൾ അത് സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ ഈ 3 പിള്ളേർ എല്ലാവരും കൂടിയിട്ട് ഇവിടെ തൊട്ടടുത്ത് ലെഫ്റ്റിൽ കാണുന്ന മാക്സാണ്. മാക്സിൽ വന്നിട്ട് എടുത്ത ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. 3 മോഡൽസാണ് നിൽക്കുന്നത് മാക്സിൻ്റെ കേട്ടോ. ഇതല്ലേ മോഡല് അപ്പോൾ അവിടെ പോയിട്ട് ഞാനും ചേട്ടനും പിസ്തയുടെ ഒരു ഐസ്ക്രീമാണ് കഴിച്ചു നോക്കിയത് കേട്ടോ. അത് സൂപ്പറായിരുന്നു. പിന്നെ പിള്ളേർക്ക് ജൂനിയർ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് 2 സംഭവമാണ് വാങ്ങിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ കൊള്ളായിരുന്നു. അപ്പോൾ ഞാൻ ട്രൈ ചെയ്തെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ. പിസ്തയുടെ ഐസ്ക്രീം ഭയങ്കര മസ്റ്റ് ട്രൈ ആണ്, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ഇനി പറയുന്നതിൻ്റെ വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഇതായിരിക്കും. ബൈ.